ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ അദ്വൈത്. പ്രധാന വാർത്തകൾ. മധ്യവേനലവധിക്ക് വിട. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. കോട്ടയം ജില്ലയിൽ ഇന്ന് 1ാം ക്ലാസ്സിലെത്തിയത് 8,000-ലധികം കുരുന്നുകൾ. ജില്ലാതല പ്രവേശനോത്സവം കോട്ടയം MD സെമിനാരി സ്കൂളിൽ. നല്ല വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആവേശം നിറച്ച് വെള്ളൂരിലെ നാടൻ പന്തുകളി മത്സരം. തോട്ടപ്പള്ളി ടീം ചാമ്പ്യന്മാർ. മെയ് മാസ വണക്കത്തിന് സമാപനം. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം തേടി വിശ്വാസികൾ. വാർത്തകൾ വിശദമായി. വിദ്യാലയമുറ്റത്ത് ഇനി കളിച്ചിരികളുടെ ആരവം. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. കളിച്ചും ചിരിച്ചും സന്തോഷമായി എത്തിയ കുഞ്ഞുങ്ങളെ അണിഞ്ഞൊരുങ്ങി നിന്ന് സ്കൂളുകൾ സ്വീകരിച്ചു. വേനലവധിയിലെ കളികൾക്ക് വിട പറഞ്ഞ കുട്ടിക്കൂട്ടങ്ങൾ സ്കൂളുകളിൽ. 2 മാസത്തെ കളിച്ചിരികൾക്കും കുസൃതികൾക്കും അവധി നൽകി പുത്തനെടുപ്പും ബാഗുമൊക്കെയായി കുഞ്ഞുങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് എത്തി. മഴ മാറി നിന്ന തെളിവാർന്ന അന്തരീക്ഷത്തിലായിരുന്നു പ്രവേശനോത്സവങ്ങൾ. രക്ഷകർത്താക്കളുടെ കൈപിടിച്ചാണ് പുതിയ കൂട്ടുകാരെയും പുത്തൻ സ്കൂൾ അനുഭവങ്ങളെയും തേടി കുരുന്നുകൾ ക്ലാസ് മുറികളിൽ എത്തിയത്. കുരുന്നുകളെ സ്വീകരിക്കാൻ അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് സ്കൂളുകളെ സുന്ദരമാക്കിയിരുന്നു. ബലൂണുകൾ കെട്ടിത്തൂക്കിയും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചും കുരുന്നുകളുടെ മനസ്സ് നിറച്ചു. മുതിർന്ന കുട്ടികളും അധ്യാപകരും ചേർന്ന് പൂക്കളും മിഠായികളും നൽകി കുഞ്ഞുങ്ങളെ സന്തോഷപൂർവ്വം വരവേറ്റു. പൊൻകുന്നം SHUP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി. നവാഗതർ അക്ഷരദീപം തെളിയിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് പൂവത്താനിക്കുന്നേൽ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുതുയുഗത്തിന്റെ മാസ്മരികമായ കാഴ്ചപ്പാടുകളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മെ ഒരുപക്ഷെ അത്ഭുതങ്ങൾ ജനിപ്പിച്ചേക്കാം. എന്നാൽ ഈ അത്ഭുതം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക നിമിഷത്തിൽ സാധാരണ അല്ലാത്ത ഒരു കാര്യത്തെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. അല്ലെ, അതൊരു അത്ഭുതമായിരുന്നു പറഞ്ഞാൽ അത് വളരെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വെച്ച സമയത്ത് അസംഭവ്യമായി നമുക്ക് തോന്നുന്നതൊക്കെ നടക്കുന്നതാണ് അത്ഭുതം. അതുകൊണ്ട് തന്നെ ഈ അത്ഭുതങ്ങൾ പിന്നാലെ പോയി നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല. സാധാരണ ജീവിത സാഹചര്യങ്ങൾക്കനുസൃതം ജീവിക്കുവാനും അവിടെ പടപൊരുതി മുന്നോട്ട് പോകുവാനുമുള്ള പരിശീലനമാണ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടത്. ചെറുക്കട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളിക്കുട്ടി തോമസ്, ഹെഡ് മാസ്റ്റർ ഇമ്മാനുവൽ മാത്യു, PTA പ്രസിഡന്റ് നിഷാദ് P. സലീം, സിസ്റ്റർ ടിൻസി തുടങ്ങിയവർ പങ്കെടുത്തു. കൂടാതെ LSS വിജയെ ചടങ്ങിൽ അനുമോദിച്ചു. ഏർത്തുവടകര UP സ്കൂളിൽ കുരുന്നുകളെ ഗിഫ്റ്റും മധുരവും നൽകിയാണ് സ്വീകരിച്ചത്. വെള്ളാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചെറുജ മോഹൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജേഷ് KR അധ്യക്ഷനായി. സ്കൂൾ ഹെഡ് മാസ്റ്റർ മാർട്ടിൻ C. ജോസഫ്, വാർഡ് മെമ്പർ രമ്യ MR, പഞ്ചായത്ത് അംഗം സന്ധ്യ റിജി, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി മധുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കോട്ടയത്ത് ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവാഗതർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു. മധ്യവേനൽ അവധി കഴിഞ്ഞു. സ്കൂളുകൾ തുറന്നു. പുതിയ അധ്യയന വർഷത്തിലേക്ക് ആയിരക്കണക്കിന് കുരുന്നുകൾ പ്രവേശിച്ചു. നവാഗതർ സൈബർ സെൽ പ്രതിജ്ഞയെടുത്താണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നത്. പാട്ടുപാടിയും മധുരം നുണഞ്ഞും ഏറെ സന്തോഷത്തോടെ കുരുന്നുകൾ അധ്യയന വർഷത്തിലേക്ക് സ്കൂളുകളിൽ എത്തി. കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ കുഞ്ഞിക്ക് തങ്ങിയെടുക്കറിഞ്ഞിടും. കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ ഇന്നൊരു സൈഡ് നീയപ്പം ഇല്ല പറഞ്ഞ നീയപ്പം അയ്യോ കാക്കെ പട്ടിച്ചു. കുഞ്ഞിനെ തീറ്റ കൊടുക്കാനാ കുഞ്ഞ് കടന്നിടും. കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ എന്തൊരു കയ്യത്ത നെയ്യപ്പം ഇല്ല കയ്യ നെയ്യപ്പം അയ്യോ കാക്കെ പട്ടിച്ചു. കോട്ടയം MD സെമിനാരി സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഒരു വലിയ ഭാവിയിലേക്കാണ് അവർ ആദ്യത്തെ ചുവടുവെപ്പ് നടത്തുന്നത്. അവരുടെ ജീവിതത്തിന്റെ ശ്രേയസ്കരമായ പശ്ചാത്തലത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ആദ്യത്തെ ചുവടാണ്
യഥാർത്ഥത്തിൽ പ്രവേശനോത്സവത്തിൽ അവർ പങ്കെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. പ്രവേശനോത്സവം മാത്രമല്ല, ഇതൊരു പഠനോത്സവമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പഠനം അനായാസകരമാക്കുക, ആഹ്ലാദകരമാക്കുക, അതിനുവേണ്ടിയുള്ള അന്തരീക്ഷം നന്നായി നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരുക്കുക, കൊച്ചുകുട്ടികൾ അതുമായി 100% ഇടപഴകി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള അവസ്ഥയുണ്ടാക്കുക. ഇത് കേരളത്തിൻ്റെ ആവശ്യമാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, നഗരസഭാ അധ്യക്ഷൻ MP സന്തോഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PK വൈശാഖ്, മുനിസിപ്പൽ കൌൺസിലർമാരായ ബിൻസി സെബാസ്റ്റ്യൻ, S ഗോപകുമാർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണി G അലക്സാണ്ടർ എന്നിവർ പങ്കെടുത്തു. ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിൽ ഈ വർഷം 1-ാം ക്ലാസ്സിലേക്ക് 8010 കുട്ടികൾ പ്രവേശനം നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത് ഈരാറ്റുപേട്ട ഗവൺമെന്റ് LP സ്കൂളിലാണ്. 145 കുട്ടികളാണ് ഇവിടെ പ്രവേശനം നേടിയത്. 6-ാം പ്രവൃത്തി ദിനം വരെ പ്രവേശനം നേടാനാകുമെന്നതിനാൽ പ്രവേശന നിരക്ക് കൂടുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്കൂളുകളിലെ പഠന നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി നിരവധി അക്കാദമിക പദ്ധതികൾ വിദ്യാഭ്യാസ വകുപ്പ് കോട്ടയം ജില്ലയിൽ നടപ്പാക്കും. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം, ലിറ്റിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം തുടങ്ങി പദ്ധതികൾ ഊർജിതമായി നടപ്പാക്കും. കോട്ടയം ജില്ലയിലെ സ്കൂളുകളിൽ പഠന നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി വിവിധ അക്കാദമിക പദ്ധതികളും വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം നടപ്പിലാക്കും. പ്രതിഭാധനരായ കുട്ടികൾക്കായി ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം, 20-ൽ കൂടുതൽ ട്രൈബൽ വിദ്യാർത്ഥികളുള്ള വിദ്യാലയങ്ങൾക്കായി പ്രത്യേക എൻറിച്ച്മെന്റ് പ്രോഗ്രാം, പ്രൈമറി വിദ്യാലയങ്ങളിലെ പ്രതിഭാധനരായ കുട്ടികൾക്കായി ലിറ്റിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം, പഠന നിലവാരത്തിൽ പിറകിൽ നിൽക്കുന്ന കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി ശ്രദ്ധ, സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി, അതിഥി തൊഴിലാളികളുടെ മക്കൾക്കായി നമുക്കൊന്നിച്ചു പഠിക്കാം പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതി, സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, കൗമാര പ്രശ്നങ്ങളെ നേരിടുന്നതിനായി കൗമാര വിദ്യാഭ്യാസ പദ്ധതി, ടീൻസ് ക്ലബ്ബ്, വിവിധ അധ്യാപക പരിശീലന പരിപാടികൾ, ഭിന്നശേഷി സൗഹൃദ വിദ്യാലയങ്ങൾ, മോഡൽ ഇൻക്ലൂസീവ് സ്കൂളുകൾ, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം, ഇൻസ്പയർ എന്നിങ്ങനെ വിവിധ പദ്ധതികളും ഈ വർഷം നടപ്പാക്കുന്നു. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും വിവിധ പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വെള്ളൂർ നേറ്റീവ് ബോൾ ഫ്രണ്ട്സും കേരള നേറ്റീവ് ബോൾ ഫെഡറേഷനും സംയുക്തമായി നടത്തിയ നാടൻ പന്തുകളി മത്സരത്തിൽ തോട്ടപ്പള്ളി ടീം ചാമ്പ്യന്മാരായി. അഞ്ചേരിയെ വീഴ്ത്തിയാണ് തോട്ടപ്പള്ളി കപ്പ് കൊണ്ടുപോയത്. കനത്ത മഴയൊന്നും കാണികളുടെ ആവേശത്തിന് മുന്നിൽ ഒന്നുമായിരുന്നില്ല. കേരള നേറ്റീവ് ബോൾ ഫെഡറേഷനും വെള്ളൂർ നേറ്റീവ് ബോൾ ഫ്രണ്ട്സും ചേർന്ന് സംഘടിപ്പിച്ച നാടൻ പന്തുകളി ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം വീറും വാശിയും നിറഞ്ഞതായി. എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം ഒറ്റ 4 വരകൾ പൂർത്തീകരിച്ച തോട്ടപ്പള്ളി ടീമിന്റെ എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം വിട്ടിട്ടുണ്ട്. അതിമനോഹരമായി വെട്ടിയ പന്തിനെ ഒരെണ്ണം കൂടി നേടുന്നു. പെട്ട 1, ഒരു ചക്കരയ്ക്ക് ശേഷം പെട്ട 1. 4 വരകൾ പൂർത്തീകരിച്ച തോട്ടപ്പള്ളി ടീമിന്റെ എണ്ണം ഒരു ചക്കരയ്ക്ക് ശേഷം വീണ്ടും 2. കാണികളുടെ ആർപ്പുവിളികൾ അകമ്പടിയായ ഫൈനൽ മത്സരത്തിൽ അഞ്ചേരിയെ വീഴ്ത്തി തോട്ടപ്പള്ളി ടീം വെള്ളൂർ ലോകകപ്പ് നേടി. അവസാന നിമിഷങ്ങളിലെ കൃത്യമായ നീക്കങ്ങളാണ് തോട്ടപ്പള്ളിക്ക് വിജയകിരീടം സമ്മാനിച്ചത്. അഞ്ചേരി ടീമിന്റെ അനിൽ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. തോട്ടപ്പള്ളി ടീമിലെ ശരത് മികച്ച കാലടിക്കാരനുള്ള സമ്മാനം നേടി. പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് സിജു K ഐസക് കിരീടം സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. അഭയൻ സ്മാരക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അഭയം 2026 നടത്തി. കഥാകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ അശോകൻ ചെരുവിൽ അഭയൻ സ്മാരക പ്രഭാഷണം നടത്തി. അഭയന്റെ ഓർമ്മയിൽ ഒരു ദിനം കൂടി. അഭയൻ സ്മാരക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊൻകുന്നം ജനകീയ വായനശാല ഹാളിൽ അഭയം 2026 നടത്തി. ആസ്ക് മാനേജിംഗ് ട്രസ്റ്റി AR സിന്ധു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാംസ്കാരിക കേരളം പ്രശ്നങ്ങളും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ കഥാകാരനും സാംസ്കാരിക സാമൂഹിക പ്രവർത്തകനുമായ അശോകൻ ചെരുവിൽ അഭയൻ സ്മാരക പ്രഭാഷണം നടത്തി. സാംസ്കാരികമാണ് പ്രശ്നം എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് എന്ന ഈ ഒരു സംഗതിയെ സ്പർശിച്ചുകൊണ്ടല്ലാതെ അതെല്ലാവരും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഫലം അതിനെ സ്പർശിച്ചുകൊണ്ടല്ലാതെ സാംസ്കാരികമോ സാമൂഹികമോ ആരോഗ്യപരമോ സാമ്പത്തികമോ കാർഷികമോ ഒന്നുമായിട്ടുള്ള ഒരു പ്രശ്നത്തെയും നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ല. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് എല്ലാത്തിൻ്റെയും തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങൾ എല്ലാത്തിൻ്റെയും ആത്യന്തികമായ ഒരു അവസാന വാക്കാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം
തെരഞ്ഞെടുപ്പുകളിൽ വിജയവും പരാജയവും എന്ന് പറഞ്ഞ് മാറി മാറി വരുന്നൊരു സംഭവവികാസമാണ്. യോഗത്തിൽ ആസ്കിന്റെ വാർഷിക പ്രസിദ്ധീകരണമായ അഭയം 2026 പി കൃഷ്ണപ്രസാദ് പ്രകാശനം ചെയ്തു. ഗോപിക സന്തോഷ്, അവനി എസ്, ശാരിക എസ്, അമൃതവർഷിണി എന്നിവർ കവിതകൾ ആലപിച്ചു. അതിൽ ജാതി എത്രയെന്ന് നീ കണ്ടിട്ടുണ്ടോ, നീ കണ്ടിട്ടുണ്ടോ, നീ കണ്ടിട്ടുണ്ടോ? എന്മാരെ കൂട്ടു സ്നേഹിത, എന്മാരെ കൂട്ടു സ്നേഹിത. പള്ളിയിൽ പ്രസംഗിക്കുമ്പോ ഒരു തള്ളയെ പെങ്ങളെ പോലുറച്ചിയും പോലുറച്ചിയും പോലുറച്ചിയും. എന്മാരെ കൂട്ടു സ്നേഹിത, എന്മാരെ കൂട്ടു സ്നേഹിത. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 22 വർഷത്തെ സേവനത്തിന് ശേഷം TN ഗിരീഷ് കുമാർ വിരമിച്ചു. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മുൻ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ ചിറക്കടവ് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാണ്. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി, പ്രസിഡന്റ്, ജില്ലാ ട്രഷറർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ചിറക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാലാ ടൗൺ കുരിശുപള്ളിയിൽ മെയ് മാസ വണക്ക സമാപനം നടന്നു. ഇതോടൊപ്പം കുട്ടികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ നൽകി. പാലാ ടൗൺ കപ്പള്ളിയിൽ പാലാ കത്തീഡ്രൽ പള്ളി, ലാലം പഴയപള്ളി, ലാലൻ പുത്തമ്പള്ളി എന്നീ 3 ഇടവകകളുടെ സംയുക്താഭിമുഖ്യത്തിൽ മെയ് 1 മുതൽ ആരംഭിച്ച പരിശുദ്ധ അമൽഫ മാതാവിന്റെ മെയ് മാസ വണക്ക ചടങ്ങുകൾ ഇന്നലെ സമാപിച്ചു. മെയ് 1 മുതൽ 31 വരെ രാവിലെയും വൈകിട്ടും കുരിശുപള്ളിയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. എല്ലാ ദിവസവും പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം നേർച്ച വിതരണം ഉണ്ടായിരുന്നു. ചടങ്ങുകൾ പ്രസിദ്ധന്തിമാർ ഏറ്റെടുത്ത് നടത്തി. ഇന്നലെ പുലർച്ചെ 5:30 ദിവ്യബലിയും വടക്കമാസ പ്രാർത്ഥനയും, വൈകുന്നേരം 6 ജപമാല വടക്കമാസ പ്രാർത്ഥന, ലതീഞ്ഞ സമാപന പ്രാർത്ഥനയും നടന്നു. തുടർന്ന് 500ഓളം കുട്ടികൾക്ക് സൗജന്യ പഠനോപകരണ വിതരണം നടന്നു. ചടങ്ങുകൾക്ക് ഫാദർ ജോസഫ് മലയപ്പറമ്പിൽ, ഫാദർ ജോസഫ് തടത്തിൽ, ഫാദർ ജോസ് മൂലച്ചാലിൽ, കൈക്കാരന്മാർ, സഹവേദികർ, കുരിശുപള്ളി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. മീനച്ചിൽ താലൂക്കിന്റെ കീഴിലുള്ള പഞ്ചായത്തുകളിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ആലോചന യോഗം നടന്നു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. മീനച്ചിൽ താലൂക്കിന്റെ കീഴിലുള്ള പഞ്ചായത്തുകളിൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യോഗം മാണി സി കാപ്പൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. റോഡുകളുടെയും തോടുകളുടെയും ഇരുവശങ്ങളിലെ കാടുകളും ഓടകളും വൃത്തിയാക്കുന്നതിനും PWD ഉദ്യോഗസ്ഥർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികൃതർക്കും അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനും ഇലക്ട്രിസിറ്റി ലൈനുകളിൽ തടസ്സം നീക്കി അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും KSEBിക്കും അടിയന്തര സാഹചര്യങ്ങൾ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും വില്ലേജ് ഓഫീസർമാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾക്കും നിർദ്ദേശം നൽകി. താലൂക്ക് ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. 048222 12325 എന്നാണ് ഫോൺ നമ്പർ. റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഹമ്മദ് സഫീർ A, തഹസിൽദാർ രഞ്ജിത്ത് ജോർജ്, LR തഹസിൽദാർ സുദീപ് B, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മധ്യവേനലവധിക്ക് വിട. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. കോട്ടയം ജില്ലയിൽ ഇന്ന് 1ാം ക്ലാസ്സിലെത്തിയത് 8,000-ലധികം കുരുന്നുകൾ. ജില്ലാതല പ്രവേശനോത്സവം കോട്ടയം MD സെമിനാരി സ്കൂളിൽ. നല്ല വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആവേശം നിറച്ച് വെള്ളൂരിലെ നാടൻ പന്തുകളി മത്സരം. തോട്ടപ്പള്ളി ടീം ചാമ്പ്യന്മാർ. മെയ് മാസ വണക്കത്തിന് സമാപനം. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം തേടി വിശ്വാസികൾ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.